ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകട്ടെ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിൽ രാവിലെ ഒരു മസാല തെച്ചിരുന്നു. മസാല പുരട്ടി വെച്ചപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ചെയ്യുന്നു. വൈകുന്നേരത്തിന് ഉണ്ടാക്കുന്നത് രാത്രിക്ക്. അപ്പോൾ വൈകുന്നേരം കിച്ചണിൽ വന്നപ്പോൾ ചിക്കൻ ഇങ്ങനെ പൊരിക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഓർമ്മ വന്നൊരു വീഡിയോ ആക്കാം. അപ്പോൾ നമ്മൾ ബാക്കിലുണ്ടല്ലേ ഇയാൾ ചിക്കൻ മസാല പുരട്ടി വെച്ചേട്ടാ. ഒന്നുമില്ല, നോർമൽ മസാല ആണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ പറയണ്ടല്ലേ, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ ഇത്തിരി ഗരം മസാല. ബട്ടർ ചിക്കൻക്ക് അധികം ഗരം മസാലൻ്റെ ആവശ്യമില്ല. കുറച്ച് ഗരം മസാല ചേർത്തിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് രാവിലെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ പൊരിക്കാൻ ഇടുന്നു കേട്ടോ. അപ്പോൾ വെച്ചിട്ട് ഞാൻ ഒരു ഗ്രേവി ഉണ്ടാക്കണം, അത് കാണിക്കാം. മാഗ്നേറ്റ് ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഒരു ഫുള്ളായിട്ട് ഉള്ള ഫ്രൈ വേണ്ട, ഒരു ഹാഫ് ഫ്രൈയിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഇതിലേക്ക് നല്ല കേട്ടോ, വെളിച്ചെണ്ണനെക്കാട്ടി. കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണല്ലോ വരല്. ഇത് ബട്ടർ ചിക്കനൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ബട്ടറൊക്കെയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ ബട്ടർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചിക്കനെ ഞാൻ ഓയിൽ ഒരു ഹാഫ് വേവിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് എന്താ ചെയ്യുക, ഒരു 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം വഴന്ന് വന്നോട്ടെ. പിന്നെ അതിലേക്ക് തക്കാളി കുറച്ച് കൂടുതലുള്ളൂ. ഉള്ളിനെക്കാട്ടി ഒരു തക്കാളി എക്സ്ട്രാ ഇട്ട്, 2 ഉള്ളിയാണെങ്കിൽ ഒരു 3 or 4 തക്കാളി ഇട്ട് കേട്ടോ. തക്കാളി കുറച്ച് മുന്നിട്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതാണ്, ഈ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഒരു പിടിയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പിടി പറഞ്ഞപ്പോൾ എത്ര ഞങ്ങൾ കയ്യിൻ്റെ ഒരു പിടിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരു 20-25 അണ്ടിപ്പരിപ്പോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ആ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്കുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഇത്രയും മതി കേട്ടോ. ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തതാണല്ലോ ഓൾറെഡി ചിക്കനിൽ നമ്മൾ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഓക്കെ, മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെന്താ ചൂടാറാൻ വേണ്ടി വെക്കുക. കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ ചൂട് കൊടുക്കണം, കൊണ്ടുപോയിടാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഒരു ഇത്തിരി വെള്ളം ചേർത്തെടുക്കുക, ഒന്ന് അടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അതോടെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്, കുറച്ച് കുണ്ടുള്ള പാത്രം ആയിക്കോട്ടെ വെച്ച് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ളല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോഴാണ് ബട്ടർ ചേർത്തെടുക്കണം കേട്ടോ. 2 പീസ് ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ഗ്രേവി, അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റോളം ചിക്കൻ വേവാനുള്ള സമയം അത്ര ഞാൻ പറഞ്ഞുതരാം. 5-10 മിനിറ്റ് അടച്ച് വെക്കുക, ചെറിയ തീയിൽ, ഒരു മീഡിയം തീയിലായിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. പിന്നെ നല്ലോണം ചിക്കൻ കുക്കായതിന് ശേഷം ഇത് ഗ്രേവിയും അതേപോലെ ചിക്കനും കൂടി നല്ല ഒരു രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. വെന്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, മസാല കൈമ പിടിച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ കസൂരി മേത്തി സാധാരണ ബട്ടർ ചിക്കനിൽ ചേർക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ലീവ്സ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച്, ഒരുപാട് വേണ്ട, ഒരുപാട് കയ്പ്പ് വരും കേട്ടോ, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അതേപോലെ മുകളിൽ 2 പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഫ്രഷ് ക്രീം ഞാൻ ഇതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം അത് ഡയറക്റ്റ് അങ്ങനെ പാക്കറ്റ് പൊട്ടി ചോദിക്കുമ്പോൾ കട്ടയിക്കാരം. അപ്പോൾ ആ കട്ട തീരാൻ വേണ്ടി പാത്രത്തിൽ ടീസ്പൂൺ ഇളക്കിന് ശേഷം ഇതിങ്ങനെ നൂൽപ്പരുവത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല, പക്ഷേ ബട്ടർ ചിക്കനിൽ ഇത് ചേർക്കുന്നത് നല്ലതാണ്. നിർബന്ധം ഇതിൽ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് മാത്രമാണ് കേട്ടോ. അതിട്ടാൽ ബട്ടർ ചിക്കൻ്റെ രസം വരും. പിന്നെ ഈ ക്രീമിന് പകരം ബട്ടർ മിൽക്കൊക്കെ ഉണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ബട്ടർ ചിക്കൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിലേക്കാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട്, വലിയ പെരുന്നാളല്ലേ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വന്ന് ആ സമയത്ത് തന്നെ പോകണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ചപ്പാത്തി പിന്നെ ഓൾറെഡി ഫ്രിഡ്ജിൽ പരത്തി വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചെന്താ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെ പാക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ബോട്ടിലാക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പെട്ടിമ്പത്തെ പേര് അതിൽ ആ ബോട്ടിൽ തന്നെ ഇട്ടേക്കൂട്ടാ. ഞങ്ങളിതാ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് ചായയൊക്കെ കൊടുത്തു മാറ്റി ഇറങ്ങി. അപ്പോൾ നല്ല പെരുമഴ കേട്ടോ. അതുവരെ മഴയില്ലായിരുന്നു, നല്ല കാലാവസ്ഥയിൽ പെട്ടെന്നൊക്കെ നല്ല മഴ പെയ്തിട്ടാണ്. ഏതായാലും മാറ്റിയതെല്ലാം ഒരുങ്ങിയല്ല വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി.
ഞങ്ങൾ തിരിച്ച് വരോളം മഴനിട്ട് ഞങ്ങൾ രാത്രി 10 വീട്ടിൽ എത്തിയപ്പോൾ ആ സമയം വരെ മഴനിട്ട് മഴ നിന്നിട്ടില്ല. ഞങ്ങൾ മലപ്പുറത്തൊക്കെ പോകേണ്ടത് പോണ വഴിയിലൊക്കെ നല്ല മഴ, റോഡിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ. മഴത്തെ യാത്ര എനിക്കിഷ്ടട്ടാ. ഏതായാലും ഇങ്ങോട്ട് പോയി. മഴയൊക്കെ പെയ്യുമ്പോൾ വണ്ടി പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടട്ടാ. ഞാൻ എപ്പോഴും പറയും മഴ പെയ്യുമ്പോൾ ടൂർ പോകണം എന്ന് പറയും. ഞങ്ങൾ ആദ്യം കയറിയത് സ്റ്റുഡിയോക്കാണ്, മലപ്പുറം സ്റ്റുഡിയോയിലാണ് കയറിയത്. പക്ഷേ അവിടെ കയറിയിട്ട് ഞങ്ങൾ വിചാരിച്ച മാതിരി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു മക്കൾക്ക് 1 വയസ്സ് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ നല്ലതുണ്ട്. പിന്നെ നോർമൽ ബനിയന് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കുറച്ചുണ്ട്. പിന്നെ കുറേ കണ്ടില്ല ചപ്പൽസ് കുറേ അങ്ങനെയൊക്കെ. അങ്ങനെ ഒരുപാട് സെലക്ഷൻ ഒന്നുമില്ല. ആകെ കുട്ടികളെ ഫ്രോക്കാണ് ഈ ഒരു കാണുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മോൾക്കൊക്കെ നോക്കിയപ്പോൾ അതിൽ ആണെങ്കിൽ സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് അങ്ങനെ കാണുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറിയിട്ടൊന്നും ആർക്കും എടുത്തില്ല, തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ ട്രെൻഡ്സ് പോകാരച്ച്, ട്രെൻഡ്സ് അതിൻ്റെ അടുത്ത് തന്നെ അങ്ങേ പുറത്തുണ്ടല്ലോ സൈഡിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ എല്ലാവരും കൂടി അടുത്ത രണ്ടാമത്തെ ഷോപ്പിലേക്ക് കയറിയത്. ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാൻ പോയത് തന്നെ ഇട്ടാ അവസ്ഥ. 2, 3, 4 ഷോപ്പൊക്കെ കയറി ഇറങ്ങും. പിന്നെ ലാസ്റ്റ് അത് ഏതും കിട്ടിയതായിട്ട് അത് രസിക്കൊണ്ട് പോയല്ലാണ് കേട്ടോ. ഏതായാലും ട്രെൻഡ്സൊന്നും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഇനി ഈ മയത്ത് ഇറങ്ങി നടക്കാൻ വയ്യ, ഇനി വേറെ ദിവസം വരാനും വയ്യ. കാരണം സ്കൂളൊക്കെ ഉള്ളതാണല്ലോ. നിങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നേരെ വൈകി കിടന്നാൽ കുട്ടികൾക്ക് രാവിലെ സ്കൂൾ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടേക്കാം. അങ്ങോട്ട് പോവാൻ പിന്നെ ട്രെൻഡ്സിൽ നിന്ന് കുട്ടികൾക്കുള്ളതും എനിക്കുള്ളതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ചുരിദാറിൻ്റെ ടീമുണ്ടായിന്. ചുരിദാർ പിന്നെ അവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ ചുരിദാറിൻ്റെ സെറ്റും ചുരിദാറൊക്കെ എടുക്കാനുള്ളവരുണ്ടായിന്. അവരറ്റ് ഞങ്ങളെല്ലാവരും കൂടി നേരെ പ്രീതിയൊക്കെ പോയത് കേട്ടോ. പ്രീതി പോയി ചുരിദാർ, മാക്സി അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തു. നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പ്രീതിയിൽ. ഞാൻ പിന്നെ അധികം നോക്കിയിട്ടില്ല. എന്നാലും ഞാനൊരു കോട്ടൺ ചുരിദാർ എടുത്തിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മോനക്കുള്ള പ്രിൻ്റഡ് ഷർട്ടൊക്കെ നോക്കിയപ്പോൾ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. പിന്നെ അപ്പോൾ മോനക്ക് ഷർട്ടൊക്കെ ഇവിടെ നിർത്തത്. പെൺകുട്ടികൾക്കുള്ളൊക്കെ ട്രെൻഡ്സ് നിർത്തിട്ടാൽ ഈ ചെറുക്കനുള്ള മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. അങ്ങനെ രാത്രി തിരിച്ച് പോകുന്നു. ഈ പ്രാവശ്യം വലിയ പെരുന്നാൾ അത്യാവശ്യമുള്ള ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.